ഗുഡ് മോർണിംഗ്. ഇന്ന് കോണിക് സെക്ഷൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ ബി. 4x² + 9y² - 36 = 0. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ഈക്വൽ ടു 0 ടൈപ്പിൽ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് x² ടേം y² അവിടെ വെച്ചിട്ട് ആ കോൺസ്റ്റൻറ്റ് ടേം റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതായത് -36 റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ 4x² + 9y² ഈസ് ഈക്വൽ ടു 36 എന്ന് എഴുതാം. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ പഠിച്ച അതേ ക്വസ്റ്റ്യൻ്റെ അതേ സ്റ്റൈലിലേക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 36 എന്നുള്ള കോൺസ്റ്റന്റ് കൊണ്ട് ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡിങ് ബൈ 36 gives 4x² / 36 plus 9y² / 36 is equal to 36 / 36. 4 in 36 is 9 times and 9 in 36 is 4 times. Similarly, that is x² / 9 plus y² / 4 is equal to 1. That is, ഇതിന്റെ ഡിനോമിനേറ്റേഴ്സിനെ സ്ക്വയർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. അതായത് x² / 9 can be written as 3 squared plus y² / 4 can be written as 2 squared is equal to 1. അപ്പോൾ ഇത് എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷന്റെ ഫോമിലേക്ക് എത്തി. അപ്പോൾ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് തരുന്നത്. മിക്കവാറും വർഷങ്ങൾ തരുന്നത് ഇതുപോലെയാണ്. വളരെ അപൂർവം വർഷങ്ങൾ മാത്രമേ ഇങ്ങനെ മോഡിഫൈഡ് ഫോമിലുള്ള ഇക്വേഷൻസ് തന്നിട്ടുള്ളൂ. അപ്പോൾ അഥവാ ഇങ്ങനെ തരികയാണെങ്കിൽ അതിനെ ഈ കാണുന്നത് പോലെ 3-4 സ്റ്റെപ്പ് എടുത്തിട്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന കൂടെ പ്രാക്ടീസ് ചെയ്ത് വെച്ചോണം. മനസ്സിലായോ? ഇനി എങ്ങനെയാണ് തരുന്നതെങ്കിലോ നമുക്ക് ഈ ആദ്യത്തെ 3-4 സ്റ്റെപ്പ് എഴുതുന്ന പണി ഒഴിഞ്ഞു കിട്ടും എന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇനി നമ്മൾ ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനായി ഇത് എലിപ്സിൻ്റെ ടൈപ്പ് 1 ആണോ 2 ആണോ എന്ന് തീരുമാനിക്കണം. എങ്ങനെയാണ് തീരുമാനിക്കുക? അപ്പോൾ x²ൻ്റെയും y²ൻ്റെയും ഡിനോമിനേറ്റേഴ്സ് ചെക്ക് ചെയ്യുക. അതിൽ വലിയ നമ്പർ x² കൂടെയാണെങ്കിൽ അത് ടൈപ്പ് 1 ആണ്. വലിയ നമ്പർ y² ഡിനോമിനേറ്റർ ആണെങ്കിൽ അത് ടൈപ്പ് 2 ആണ്. അപ്പോൾ നോക്കിയേ, ഇതിൽ വലിയ നമ്പർ 3² അല്ലേ? അപ്പോൾ അത് x² കൂടെയല്ലേ വന്നിരിക്കുന്നത്. ചെറിയ നമ്പർ 2² ആണ്, അത് y² കൂടെയാണ്. അപ്പോൾ വലിയ നമ്പർ x² കൂടെ ആയതുകൊണ്ട് ഇത് പരാബോള ടൈപ്പ് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എഴുതണം which is type 1 parabola with അപ്പോൾ ടൈപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ എയും ബിയും എഴുതണം. ടൈപ്പ് 1 ആയാലും 2 ആയാലും എയിലും ബിയിലും മാറ്റമൊന്നും ഉണ്ടാവില്ല. ഏതാണ് എ? വലിയ നമ്പറാണ് എ, ചെറിയ നമ്പറാണ് ബി. എയും ബിയും സെലക്ട് ചെയ്യാൻ വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും നമുക്ക് മിസ്റ്റേക്ക് പറ്റാതെ തെറ്റിപ്പോവാതെ സെലക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമായി ഞാൻ ഈ പറഞ്ഞതാണ് വലിയ നമ്പർ എയും ചെറിയ നമ്പർ ബി. അപ്പോൾ അതാണ് വലുത് 3² അല്ലേ? അപ്പോൾ അത് സ്ക്വയർ കഴിഞ്ഞ് കിട്ടിയാൽ എ ഈസ് ഈക്വൽ ടു 3. സ്ക്വയർ ഇല്ലാതെ പറയണം, കാരണം x² / a² എന്നാണ്. അപ്പോൾ സ്ക്വയർ ആർക്കാണോ സ്ക്വയർ ഉള്ളത് ഏതാണ് എ. അപ്പോൾ a ഈസ് ഈക്വൽ ടു 3 ആൻഡ് b ഈസ് ഈക്വൽ ടു 2. ഇനി a ഈസ് ഈക്വൽ 3 ആൻഡ് b ഈസ് ഈക്വൽ ടു 2. ഇനി എങ്ങനെയാണ് ടൈപ്പ് 1 ആയതെന്ന് കൂടെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ കുറച്ചും കൂടി നന്നാവും. ആ നോട്ട് അവിടെ ഉണ്ടായാൽ നോക്കാം എങ്ങനെയാണ് ടൈപ്പ് 1 ആവുന്നത്. ഇൻ ടൈപ്പ് 1 ദ ലാർജർ നമ്പർ 3² 2² വെച്ച് ലാർജർ ആരാണ്? 3² ആണ്. അതുപോലെ ഇൻ ടൈപ്പ് 1 ദ ലാർജർ നമ്പർ ഈസ് always with x². ലാർജർ നമ്പർ വലിയ നമ്പർ x² കൂടെയാണെങ്കിൽ അതിന് പിന്നെ സംശയം വേണ്ടത് ടൈപ്പ് 1 ആയി. അപ്പോൾ നമുക്ക് എ ബി കിട്ടി. a is equal to 3 and b is equal to 2. Now we have the relation connecting a, b and c. It is now
we have a squared is equal to b squared plus c squared. That is 3 squared is equal to 2 squared plus c squared. That implies 9 is equal to 4 plus c squared. Okay, 3 squared. A 3 ആണ് b 2 ആണ്. അപ്പോൾ 3 squared is equal to 2 squared plus c squared. That implies 3 squared is 9 is equal to 2 squared is 4 plus c squared. Now shifting 4 to the LHS, we get 9 minus 4 equal to c squared. That is c squared is equal to 9 minus 4 is 5. Therefore c is equal to root of 5. അപ്പോൾ എയും ബിയും സിയും ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. ഇത് മൂന്നും വെച്ചാൽ നമുക്ക് ഈ എലിപ്സിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം എന്താണ് ചോദിക്കുന്നത്? ആദ്യം ചോദിക്കുന്നത് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ബോർഡില്ലാത്തതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കട്ടെ. ആദ്യം ചോദിച്ചിരിക്കുന്നത് സെൻറ്റർ ആണ്. സെൻറ്റർ അപ്പോൾ ഓരോ നമ്പർ ആയിട്ട് 1 സെൻറ്റർ ഈസ് അറ്റ് ദ ഒറിജിൻ. ടൈപ്പ് 1 ആയാലും 2 ആയാലും സെൻറ്ററിന് മാറ്റമൊന്നുമില്ല, അതെപ്പോഴും എന്താണ് ഒറിജിനാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെൻറ്റർ കഴിഞ്ഞിട്ട് വേർട്ടിസസ്. വേർട്ടിസസ് ആർ രണ്ട് വേർട്ടിക്സ് ഉണ്ട്. ടൈപ്പ് 1 ആണ്. അപ്പോൾ അതിന് രണ്ട് വേർട്ടിക്സ് ഉണ്ട്. ഒന്ന് A0 ആണ്, ഒന്ന് അത് വലത്തെ ഭാഗത്തും, മറ്റേത് -A0 ആണ്, അത് ഇടത് ഭാഗത്തും. രണ്ടും കൂടി ചേർത്ത് ഒരുമിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ A0യും -A0 എന്ന് പറയുമ്പോൾ +or-A0 എന്ന് പറഞ്ഞാൽ മതി. +or-A0 സംശയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് രണ്ടായിട്ടും പറയാം. ഒന്ന് A0യും അതായത് +A0യും അടുത്തത് -A0. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ഈക്വൽ ടു +or-3 0. ഇനി മൂന്നാമത്തത് കഴിഞ്ഞിട്ട് 4C ആണ്. 4C ആർ F +or-C0. ഇതൊക്കെ ടൈപ്പ് 1ൻ്റെ ഡീറ്റെയിൽസ് ആണ്. അത് പഠിച്ചാൽ ഇതൊക്കെ വേഗം എഴുതി പോവാം. 4C ആർ +or-C0. that is F +or-√5 ഇനി നാലാമത്തത് എന്താണ്? നാലാമത്തത് 4Cയുടെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ axis is equal to 2a, that is 2 into 3 equal to 6 units. Next 5, length of minor axis is equal to 2b, that is 2 multiplied by 2 is equal to 4. Next 6, length of lattice rectum. Length of lattice rectum എന്നുള്ള ചുരുക്കിട്ട് LR നൽകിയാൽ മതിയാവും. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം ഈസ് ഈക്വൽ ടു ഫോർമുല 2b² ഡിവൈഡ് ബൈ a എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു 2 മൾട്ടിപ്ലൈഡ് ബൈ b² ഈസ് 2² ഡിവൈഡ് ബൈ 3. ഓക്കെ, that is this is 4 into 2, that is 8 divided by 3 units. Next 7, equation of lattice rectum. Equation of lattice rectum. ലാറ്റിസ് റെക്ടം രണ്ടെണ്ണം ഉണ്ടാവും, അറിയാലോ. അപ്പോൾ ഒന്നിൻ്റെ ഇക്വേഷൻ x = c എന്നാണെങ്കിൽ അടുത്ത ഇക്വേഷൻ x = -c ആണ്. ഇത് ടൈപ്പ് 1 ആണ്. അപ്പോൾ x = c യും x = -c രണ്ടും കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ x = +or-c എന്ന് പറയാം. ദാറ്റ് ഈസ് x = +or-√5. നെക്സ്റ്റ് എട്ടാമത്തെ ഐറ്റം എന്താണ്? എക്സെൻട്രിസിറ്റി അല്ലേ? എക്സെൻട്രിസിറ്റി E is equal to formula C/A, that is √5 divided by 3, and the ninth one, that's the last one, axis of the parabola. Parabola axis of the ellipse, axis of the
ellipse is type 1 ആണ്. അപ്പോൾ ഏതാണ് ആക്സിസ്? is the x axis. is the x axis. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്, വിട്ടുപോയതാണ്. ഇത് മേജർ ആക്സിസ് ആണ്. മേജർ ആക്സിസ്. അപ്പോൾ പത്താമത്തത് മൈനർ ആക്സിസ് ഈസ് y ആക്സിസ്. അപ്പോൾ അത് ഫുൾ ഡീറ്റെയിൽസ് ആണ്. നോക്കാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എലിപ്സിന്റെ ഇക്വേഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒരു വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പല പല ഡാറ്റ തന്നിട്ട് ഓരോന്നിനും ഇക്വേഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ എ. ഇതിന് 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നിട്ട് ഇവിടെ സോൾവ് ചെയ്യാം. എ എന്താണ്? വേർട്ടെക്സ് അറ്റ് +or-5 ഫോസി അറ്റ് +or-4c. അപ്പോൾ ഈ വേർട്ടെക്സിൻ്റെയും ഫോസിയുടെയും ഷേപ്പ് കണ്ടാൽ തന്നെ നമുക്ക് ഉടനെ ടൈപ്പ് എന്താണെന്ന് ഇവിടെ ഓർമ്മ വേണം. എന്താണ്? +or-5 എന്നാണ്. അതായത് ഫോക്കസിൻ്റെയും വെർട്ടെക്സിൻ്റെയും y കോർഡിനേറ്റുകൾ 0 ആണ്. അപ്പോൾ y കോർഡിനേറ്റ് 0 ആവുന്ന ഫോക്കസും വെർട്ടെക്സും വരുന്നത് ഏത് എലിപ്സിനാണ്? ടൈപ്പ് 1 എലിപ്സിനാണ്. അറിയാലോ. അപ്പോൾ ഈ ഫോക്കസും വെർട്ടെക്സും കണ്ടിട്ട് നമുക്ക് ടൈപ്പ് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഫോക്കസിൻ്റെ തിയറിയുള്ള പേര് ഇതേ ഷേപ്പുള്ള പേര് എന്താണ്? +or-c0 എന്നാണ്. അപ്പോൾ +or-c0 ഈക്വൽ ടു അതിൻ്റെ വാല്യൂ, ഈ ക്വസ്റ്റ്യൻ്റെ വാല്യൂ +or-40 ആണ്. ദിസ് ഇംപ്ലൈസ് c ഈക്വൽ ടു 4. അപ്പോൾ നേരെ നമുക്ക് കമ്പാരിസൺ കൊടുക്കാം. +or-ഉം ചേർത്ത് കമ്പയർ ചെയ്യേണ്ട, കാരണം +or- രണ്ട് സൈഡിലും കോമൺ ആണ്, അത് കമ്പയർ ചെയ്യേണ്ട. അപ്പോൾ വി ഗെറ്റ് c ഈസ് ഈക്വൽ ടു 4. അതുപോലെ തന്നെ വേർട്ടെക്സ് അല്ലെ വേർട്ടിസസ് +or-50. ഇതിൻ്റെ ഷേപ്പ് എന്താണ്? +or-a0 എന്നാണ്. അപ്പം വേർട്ടിസസ് +or-a0 is equal to +or-50. Therefore, this implies a is equal to 5. അപ്പോൾ എയും സിയും ആയി. ഇപ്പോഴല്ലോ ഇനി നമ്മൾ എയും സിയും ആയാൽ നമ്മൾ എയും ബിയും സിയും കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം. എന്താണ് അത് കണ്ടുപിടിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. Now a² is equal to b² plus c². That is 5² is equal to b നമുക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ b² plus what is c? c is 4². ഇനി ആ 4² നമ്മൾ ലെഫ്റ്റിലോട്ട് മാറ്റി കഴിഞ്ഞാൽ therefore 5² minus 4² is equal to b². This is 25 minus 16 is equal to b². That is b² is equal to 9. അപ്പം a കിട്ടി, a5 ആണ്, b² 9 ആണ്. നമുക്ക് ബിയുടെ വാല്യൂ ആക്ച്വലി ആവശ്യം നമുക്ക് b² ആണ് വേണ്ടത്. എന്നാലും വേണമെങ്കിൽ b എഴുതാം. അപ്പോൾ b is equal to √9 equal to 3. ഇനി വേണ്ടത് നമുക്ക് എന്താണ്? ഇത് ടൈപ്പ് 1 ആണെന്ന് മനസ്സിലായല്ലോ. The focus and vertex implies the parabola is the ellipse is type 1 with equation x² divided by a² plus y² divided by b² is equal to 1. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നോക്കിയിട്ടാണ്, അതായത് ഫോക്കസിൻ്റെയും വെർട്ടക്സിൻ്റെയും കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ടൈപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഏത് വാല്യൂ? പ്രത്യേകിച്ചും അതിൻ്റെ y കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് അത് ടൈപ്പ് 1 ആണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇവിടെ നമുക്ക് എഴുതാം. ഓൾസോ the y coordinate of foci and
vertex are 0. Therefore, ellipse is type 1 with equation x square by a square plus y square by b square is equal to 1. Okay. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എയും ബി ഒക്കെ റെഡിയാണ്. അതിലേക്ക് കൊടുക്കുക. that is x squared by a square plus a is 5 square plus y squared divided by b is 3 square equal to 1. This is the answer for the first question. Okay. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബി endpoints of major and minor axes being 0 plus or minus 5 plus or minus 1 0. അപ്പോൾ endpoints of major axisന്റെ മറ്റൊരു പേരാണ് vertices അല്ലേ? അത് vertexന്റെ പിന്നെ കോർഡിനേറ്റ്സ് എന്താണ്? 0. ഇതിപ്പോൾ വെർട്ടെക്സ് ഒക്കെ മേജർ ആക്സിസിലെ വെർട്ടെക്സ് 0 പ്ലസ് ഓർ മൈനസ് 5 ആണ്. അതായത് മേജർ ആക്സിസിന്റെ വെർട്ടെക്സ് ആണ് ഈ കാണുന്നത്. മേജർ ആക്സിസിന്റെ വെർട്ടെക്സിന്റെ മറ്റൊരു പേരാണ് മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റിന്റെ മറ്റൊരു പേരാണ് വെർട്ടെക്സ്. അപ്പോൾ ഈ കാണുന്നത് ഈ പരബോളയുടെ വെർട്ടെക്സ് ആണ്. വെർട്ടെക്സിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അതുകൊണ്ട് ഇത് ടൈപ്പ് 2 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം ഇതിനെപ്പറ്റി എഴുതാം. എൻഡ് പോയിന്റ് ഓഫ് മേജർ ആക്സിസ് or is the vertex. Okay. Vertex. അപ്പോൾ എൻഡ് പോയിന്റ് ഓഫ് മേജർ ആക്സിസ് തന്നെയാണ് വെർട്ടെക്സ് എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഇതിന് പകരം ഉപയോഗിക്കാം വെർട്ടെക്സിന്റെ സിമ്പിൾ ഉപയോഗിക്കാം. വെർട്ടെക്സിന്റെ സിമ്പിൾ എന്താണ്? ഈ ടൈപ്പിലുള്ളത് 0 പ്ലസ് ഓർ മൈനസ് എ എന്നല്ലേ? അപ്പോൾ 0 പ്ലസ് ഓർ മൈനസ് എ equal to 0 plus or minus root 5. This implies a is equal to root 5. അതേപോലെ നമ്മൾ ഡിസ്കഷനിൽ വരാത്ത ഒരു സംഗതിയാണ് ഇവിടെ ക്വസ്റ്റിൽ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ വന്നിട്ടുണ്ട് ഈ മൈനർ ആക്സിസിന്റെ എൻഡ് പോയിന്റ്സ്. മേജർ ആക്സിസിന്റെ നീളം 2a എന്നാണ്, ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ടാണ് അതിന്റെ എൻഡ് പോയിന്റ് എന്താണ്? മേജർ ആക്സിസ് ഇവിടെ ഇങ്ങനെയാണ് വരിക. മേജർ ആക്സിസിന്റെ നീളം 2a എന്നാണ്. അതുകൊണ്ടാണ് അതിൻ്റെ എൻഡ് പോയിന്റ് ഒന്ന് 0a-യും അത് മേലെ വരും, അടുത്ത താഴെയുള്ള 0 മൈനസ് എയും വരുന്നത്. അതേപോലെ ഇതിൻ്റെ മൈനർ ആക്സിസ് ടൈപ്പ് 2 എലിപ്സ് ആണ്. ഇതിൻ്റെ മൈനർ ആക്സിസ് ഹൊറിസോണ്ടലാണ്. അതിന് നീളം 2b എന്നല്ലേ നമ്മൾ പഠിച്ചത്. പിന്നെ നീളം 2b ആകുമ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ വരച്ചു തരാം. ഇങ്ങനെയാണ് ഇത് വരിക. അപ്പം ഇതാണ് മേജർ ആക്സിസ്, ഇത് മൈനർ ആക്സിസ്. അപ്പോൾ ഈ മൈനർ ആക്സിസിൻ്റെ നീളം 2b ആണ്. എന്ന് വെച്ചാൽ ഇത് b ആണ്, ഇത് മൈനസ് b ആണ് എന്നാണ്. അപ്പോൾ ഇത് b ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു എൻഡ് പോയിന്റ് വരിക b0 ആണ് വരിക. ഈ എൻഡ് പോയിന്റ് വരിക -b0. അപ്പോൾ അതൊന്നും നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ഐഡിയ ആയതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് b0. ഇത് b0, ഇതാണെങ്കിൽ -b0. രണ്ടും കൂടി ചേരുമ്പോൾ പ്ലസ് ഓർ മൈനസ് b0 എന്നാണ് വരിക. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓൾസോ എൻഡ് പോയിന്റ്സ് ഓഫ് മൈനർ ആക്സിസ് പ്ലസ് ഓർ മൈനസ് b0 പ്ലസ് ഓർ മൈനസ് b0, അതാണ് പ്ലസ് ഓർ മൈനസ് 10 എന്ന് തന്നിട്ടുള്ളത്. ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 10. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാം. ദിസ് ഇംപ്ലൈസ് b is equal to 1. അപ്പോൾ a is equal to √5 and b is equal to 1. Therefore a square is equal to
b squared plus c squared, that is a squared is root 5 squared is equal to 1 squared plus c squared, that is 5 is equal to 1 plus c squared, therefore c squared is equal to 5, 1 not equal to 5 minus 1 equal to 4, so c equal to root 4 equal to 2. Oh, sorry. ഞാൻ ക്വസ്റ്റ്യൻ മാറി ശ്രദ്ധിച്ചില്ല. ഇവിടെ സിയുടെ ആവശ്യം നമുക്ക് ഇല്ല, നമുക്ക് എ ബി എ വേണം. ഓക്കെ, ടൈം വേസ്റ്റ് ആയി. സി വേണ്ട, നമുക്ക് ഇക്വേഷൻ എഴുതേണ്ടത്. അപ്പോൾ എയും ബിയും കിട്ടിയാൽ ഇക്വേഷൻ എഴുതാം. ദർഫോർ ഇക്വേഷൻ ഈസ് ഇത് ടൈപ്പ് 2 ആണെന്ന് മനസ്സിലാക്കാം. വെർട്ടെക്സും പിന്നെ വെർട്ടെക്സിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, അതുകൊണ്ട് ഇത് ടൈപ്പ് 2 ആണ്. ഓക്കെ, ടൈപ്പ് 2 ആണ്. ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ ടൈപ്പ് 2 ആണ്, വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എങ്ങനെ കിട്ടിയെന്ന് എഴുതണം. ദ എക്സ് കോർഡിനേറ്റ് ഓഫ് വെർട്ടെക്സ് ഈസ് 0, അതുകൊണ്ടാണ് ടൈപ്പ് 2 ആണെന്ന് മനസ്സിലായിരിക്കും. അപ്പം എക്സ് കോർഡിനേറ്റ് of vertex 0 plus or minus 5 plus or minus root 5 is 0. The x coordinate of the vertex 0 plus or minus root 5 is 0. Therefore ellipse is type 2. Type 2 ആയതുകൊണ്ടാണ് ഈ ഇക്വേഷൻ, that is x square divided by b square is 1 square plus y square divided by root 5 square is equal to 1. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ. ഓക്കെ, ഇനി 3 നോക്കാം. Question C. Length of major axis is equal to 26 and 4c at plus or minus 5 0. 4cയുടെ കോർഡിനേറ്റ്സ് ഒക്കെ പ്ലസ് ഓർ മൈനസ് 5 0 ആണ്, അതായത് ഫോക്കസിൻ്റെ y കോർഡിനേറ്റ് 0 ആണ് എന്ന് വെച്ചാൽ ഇത് ടൈപ്പ് 1 ആണ് എന്നർത്ഥം. ഓക്കെ, ടൈപ്പ് 1 ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് അത് ടൈപ്പ് 1 ആയാലും 2 ആയാലും സെയിം ആണ്. എന്താണ് 2a എന്നാണ്. അപ്പോൾ 2a അതാ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് അതിൻ്റെ സിമ്പിൾ എന്താണ് 2a എന്നാണ്, അറിയാലോ. ദാറ്റ്സ് ഗിവൺ ടു ബി 26 equal to 26. So a is equal to 26 divided by 2 equal to 13. പിന്നെ പ്ലസ് ഓർ മൈനസ് 5 0 ആണ് 4c. അപ്പോൾ ടൈപ്പ് 1 ആണ്. 4c plus or minus c0 equal to plus or minus 5 0 implies c equal to 5 and ellipse is type 1. അതുകൂടി അവിടെ ചേർത്ത് എഴുതും. പിന്നെ എഴുതണ്ടല്ലോ, C5 ആണ്, അത് കമ്പാരിസണിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ y കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് ടൈപ്പ് 1 ആണ്. because y coordinate is 0. okay, അപ്പോൾ c ആയി a ആയി. therefore a squared equal to b squared plus c squared, that is 13 squared is equal to b squared plus 5 squared. Therefore b squared is equal to 13 squared minus 5 squared equal to 13 squared is 169 minus this is 25, that is 144. okay, 144.
4. Therefore, B is equal to root 144, that is equal to 12. So we have A is equal to 13 and B is equal to 12. The ellipse is type 1. So equation is x squared divided by a squared plus y squared divided by b squared is equal to 1. That is the type 1 on the that is x squared divided by a is 13 squared plus y squared divided by 12 squared is equal to 1. Question number 3 solution. Now 4 നോക്കാം. Question D. Length of minor axis is 16, foci at 0 plus or minus 6. So length of minor axis എന്താണ് അതിന്റെ സിംബൽ 2b എന്നല്ലേ? അപ്പോൾ 2b length of minor axis, that is 2b is equal to 16. So we get, therefore b is equal to 16 divided by 2, that is 8. Now foci യുടെ x coordinate ആണ് 0. അപ്പോൾ ഇതാണ് ടൈപ്പ് 2 ആണ്. അപ്പോൾ foci 0 plus or minus c is equal to 0 plus or minus 6 implies c equal to 6, c equal to comparison ആണ്, c equal to 6 and ellipse is type 2. കാരണം ഫോക്കസിന്റെ x കോർഡിനേറ്റ് ആണ് 0, അത് ടൈപ്പ് 2 ആവാനുള്ള പ്രോപ്പർട്ടിയാണ്. ബിക്കോസ് x കോർഡിനേറ്റ് ഈക്വൽ ടു 0. ഏതിന്റെ? ഫോക്കസിന്റെ. പ്രത്യേകം പറയണ്ടല്ലോ, ഫോക്കസിനെ ബന്ധപ്പെട്ടാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിന്റെ x കോർഡിനേറ്റ് ഈക്വൽ ടു 0. അത് ഫോക്കസിന്റെ ആയാലും കുഴപ്പമില്ല, വെർട്ടെക്സിന്റെ ആയാലും കുഴപ്പമില്ല. x കോർഡിനേറ്റ് 0 ആണെങ്കിൽ ടൈപ്പ് 2 ആണ്, അതുപോലെ y കോർഡിനേറ്റ് 0 ആവുകയാണെങ്കിൽ ടൈപ്പ് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിയും ഐ ബിയും ഐ. therefore നമ്മുടെ റിലേഷൻ എന്താണ്? a squared is equal to b squared plus c squared implies a squared. a നമുക്ക് അറിയില്ലല്ലോ, ഇല്ല. implies that is equal to a squared is equal to b squared is 8 squared plus c squared is 6 squared is equal to 64 plus 36, that is equal to 100. Okay, 8 squared is 64 plus 6 squared is 36, total adding 100, that is a squared is equal to 100. Therefore a is equal to square root of 100, that is 10. Now this ellipse is type 2. Therefore equation is x squared divided by b squared. കണ്ടോ, ടൈപ്പ് 2 ആകുമ്പോൾ മാറ്റം കണ്ടോ? x squared divided by b squared plus y squared divided by a squared is equal to 1. That's equation for type 2. That is x squared divided by b, what's b? 8 squared plus y squared divided by a. A is 10 squared is equal to 1. Then നാലാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ, ക്വസ്റ്റ്യൻ ഡിയുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 നോക്കാം. സെന്റർ അറ്റ് ഒറിജിൻ, മേജർ ആക്സിസ് is the y axis and passes through 3, 2 and 1, 6. അതിൽ ആദ്യത്തിന് 3 ഡാറ്റ തന്നിട്ടുണ്ട്. ഒന്ന് സെന്റർ അറ്റ് ഒറിജിൻ, അത് പക്ഷേ ഒരു യൂസ്ഫുൾ ഡാറ്റ അല്ല. കാരണം ടൈപ്പ് 1 ആയാലും ടൈപ്പ് 2 ആയാലും ഈ സെൻറ്റർ കൊണ്ട് അല്ല, സെൻറ്റർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ
ഈ ടൈപ്പ് തിരിച്ചറിയാനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഈ സെൻറ്റർ കിട്ടിയിട്ട് കാര്യം ഇല്ല. അപ്പോൾ അത് പോട്ടെ. പിന്നെ മേജർ ആക്സിസ് ഈസ് ദ വൈ ആക്സിസ്. ഈ എലിപ്സിൻ്റെ മേജർ ആക്സിസ് വൈ ആക്സിസ് ആണ്. അതുകൊണ്ട് ഏതാണ് ടൈപ്പ് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഉപകാരം കിട്ടാൻ യൂസ്ഫുൾ ആണ്. ആൻഡ് പാസസ് ത്രൂ 3, 2 ആൻഡ് 1, 6. അപ്പോൾ നോക്കാം. വൈ ആക്സിസ്, മേജർ ആക്സിസ് ഈസ് വൈ ആക്സിസ്. മേജർ ആക്സിസ് is the y axis implies ellipse is type 2 with equation x square divided by b square plus y square divided by a square is equal to 1. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന എലിപ്സിന്റെ ഇക്വേഷൻ. ഈ ഫോമിലാണ് ഉള്ളത്. ഇനി എന്താണ് തന്നിരിക്കുന്നത്? ആൻഡ് പാസസ് ത്രൂ. ആര് പാസ് ചെയ്യുന്നതാണ് അർത്ഥം? ഈ മേജർ ആക്സിസ് പാസ് ചെയ്യുന്നതല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ എലിപ്സ് പാസ് ചെയ്യുന്ന, എലിപ്സ് കടന്നു പോകുന്ന 2 പോയിന്റ്സ് ആണ് 4, 3 ആൻഡ് 6, 2. അതായത് മേജർ ആക്സിസ് ഈ 2 പോയിന്റ് കൂടെ കടന്നു പോകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ എലിപ്സ് ഇക്വേഷൻ 1 എഴുതിയിരിക്കുന്ന എലിപ്സിന്റെ ആ എലിപ്സ് കടന്നു പോകുന്ന 2 പോയിന്റാണ് 4, 3 ആൻഡ് 6, 2. അപ്പോൾ നമ്മൾ 4, 3 ഉപയോഗിക്കാം. നൗ 4, 3 on 1. ഈ എലിപ്സ് ഈ പോയിന്റ് കൂടെ കടന്നു പോകുന്നു എന്നുള്ള എങ്ങനെ പറയാം? ഈ പോയിന്റ് ആ എലിപ്സിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണെന്ന് പറയാം. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 4, 3 on 1 എന്ന് വെച്ചാൽ ആ എലിപ്സിന്റെ ഇക്വേഷനിലെ എക്സിന് പകരം നമുക്ക് 4 എന്നും വൈക്ക് പകരം 3 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് എന്നും വൈ എന്നും ഒന്ന് ലേബൽ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി വേഗത്തിൽ മനസ്സിലാവും. അപ്പോൾ ഇക്വേഷൻ നമ്മൾ എക്സിന് 4 എന്നും വൈക്ക് 3 എന്നും കൊടുക്കുമ്പോൾ ഈസ് 4 സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. 4 സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. therefore 4 ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 4 സ്ക്വയർ ഈസ് 16 ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈസ് 9 ഡിവൈഡ് ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ this is 16 a square plus 9 b square all divided by b squared into a squared അല്ലെങ്കിൽ a squared into b squared is equal to 1 എന്ന് എഴുതാം. therefore 16 a squared plus 9 b squared is equal to, ഇനി ഡിനോമിനേറ്റർ മുഴുവനും റൈറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into a square b square എന്നാണ് വരിക. that is equal to a squared b squared തന്നെ. ഇക്വേഷൻ നമ്പർ 2. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇതേപോലെ അടുത്ത പോയിന്റ് എന്താണ്? 1, 6 ഉപയോഗിക്കാം. അഗൈൻ 1, 6 അതും എക്സ് വൈ എന്ന് നോട്ട് ചെയ്യാം. ഓൺ 1 gives ഇതേ ഇക്വേഷൻ വീണ്ടും 1, 6 പോയിന്റ്. അപ്പോൾ എക്സിന് 1 എന്ന് കൊടുക്കാം, വൈക്ക് പകരം 6 എന്ന് കൊടുക്കാം. എന്താവും? 1 സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് y ആണ് 6 square, that is 6 square by a square is equal to 1. that is 1 square is 1 itself divided by b square plus 6 square is 36 divided by a square is equal to 1. cross multiply ചെയ്താൽ 1 multiplied by a square is a square plus 36 multiplied by b squared is 36 b squared divided by b squared into a squared is a squared b squared equal to 1. പഴയതുപോലെ ഇത് റൈറ്റോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ it is a squared plus 36 b squared is equal to a squared b squared into 1 is a squared b squared. that is equation number 3. ഇനി നമ്മൾ 2, 3 കൂടെ സോൾവ് ചെയ്തിട്ട് എ സ്ക്വയറും ബി സ്ക്വയറും എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. അതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള, ഇനി അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട്
നമുക്ക് വേഗത്തിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് സോൾവ് ചെയ്യുന്ന മെത്തേഡ്. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ കിട്ടും. അതിന് നേരെ താഴെ ഇക്വേഷൻ 2 എഴുതിയിട്ട് 4 - 2 ചെയ്താൽ ഈ ടേം ക്യാൻസൽ ആവും. ഇത് മൈനസ് ചെയ്താൽ 567 ബി സ്ക്വയർ. ഇത് 16a² b² മൈനസ് a² b² ഈസ് 15a² b². അതിൽ b² കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്താൽ we get 15a² equal to 567. അപ്പോൾ a² equal to 576 divided by 15. അതേപോലെ b² കാണാൻ നമ്മൾ ഇക്വേഷൻ 2, ഇതാണ് ഇക്വേഷൻ 2, അതിനെ ടോട്ടൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെയാവും. അതിന് നേരെ താഴെ ഇക്വേഷൻ 3 എഴുതിയിട്ട് 5 - 3 ചെയ്താൽ ഇങ്ങനെ b² കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ടൈപ്പ് 2 ആയിരുന്നു. a² by b² plus y² by a² equal to 1. That is a² by 63 by 3 plus y² by 567. 567 sorry 67 by 15 equal to 1. നമ്മൾ ഈ ചാപ്റ്റർ ഇതോടുകൂടി ക്ലോസ് ചെയ്യാണ്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുക, എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.